ഹലോ ഗായ്സ്, അപ്പം നമ്മൾ അമ്പലത്തേക്ക് പോവാണ്. ഹലോ ഗായ്സ്, അപ്പം നമ്മൾ കാവശ്ശേരി പൂരത്തിന് പോകാൻ നിൽക്കണം കേട്ടോ. ഇപ്പോൾ സ്റ്റോപ്പിലാണ്. അതേ ഇപ്പോൾ അമ്മയുണ്ട്, ഞാനുണ്ട്, എന്താ എൻ്റെ പേര്, സൂര്യയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പോവുകയാണ്. അവിടെ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അപ്പം നമ്മൾ കൊഴമന്ന് എത്തി. അവിടെ നിന്ന് ബസ് കയറിയിട്ട് തൃശ്ശൂർ ബസ്സിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആലത്തൂർ ഇറങ്ങി നമ്മൾ ഒരു ബസ് കൂടെ കയറണം കേട്ടോ. അപ്പം ഞാൻ അനിയത്തിൻ്റെ മടിയിലാണ് ഇരുന്നത്. നിങ്ങൾക്കപ്പോൾ വെടിക്കെട്ട് കാണണ്ടേ? അപ്പം നമ്മൾ അമ്പലത്തുമ്പോഴേക്ക് നിങ്ങൾ വെടിക്കെട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അമ്പലം എത്തി കേട്ടോ. നമ്മൾ അമ്പലം എത്തി തൊഴാൻ പോകുമ്പോഴേക്കും നട അടച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ എത്തിയപ്പോൾ കുറച്ച് ലേറ്റായി. നമ്മളൊരു 10 മണിക്ക് നട അടയ്ക്കുള്ളൂ എന്നാണ് വിചാരിച്ചത്. എന്നാൽ നേരത്തെ അടച്ചു. അതുകൊണ്ട് നമ്മൾക്ക് ദേവിനെ തൊഴാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങാമെന്ന് വിചാരിച്ചു. അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ 2-3 സാധനങ്ങളാണ് നമ്മൾ വാങ്ങിച്ചത് കേട്ടോ. അതിനുശേഷം നമ്മൾ പൊരി വാങ്ങാൻ പോയിട്ടോ. അപ്പം പൊരി വാങ്ങിച്ചു. നടയൊക്കെ അടച്ചുകൊണ്ട് തന്നെ അവർക്ക് എല്ലാവരും പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അപ്പോൾ സാധനങ്ങൾക്കൊക്കെ വില കുറവായിരുന്നു കേട്ടോ. പിന്നെ അതിനുശേഷം വീണ്ടും ഞങ്ങൾ പോയി വളമാല അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നോക്കി. ഞാൻ പ്രത്യേകിച്ചൊന്നും വാങ്ങിച്ചില്ല കേട്ടോ. ഞാൻ എല്ലാ സാധനങ്ങളും അതിൻ്റെ ഭംഗിയും കാര്യങ്ങളൊക്കെ നോക്കും, പക്ഷെ ഞാനൊന്നും വാങ്ങിയില്ല. അപ്പോൾ അമ്മയാണ് 1-2 സാധനമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിനുശേഷം നമ്മൾ മിഠായി വാങ്ങിച്ചു കേട്ടോ. പിന്നെ അപ്പോഴേക്കും ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. ഏട്ടൻ ഞങ്ങളെ വിളിക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ ക്യാമറ കണ്ടതും ആളിങ്ങനെ തിരിഞ്ഞു. അതിനുശേഷം നമ്മൾ എന്തെങ്കിലും തണുത്തത് കുടിക്കാമെന്ന് പറഞ്ഞ് നമ്മൾ അങ്ങനെ നേരെ ഒരു കടയിൽ നിർത്തി. നന്നാരി വെള്ളമാണ് ഞാനും അമ്മയും അനിയത്തിയൊക്കെ കുടിച്ച്. പിന്നെ വീടെത്തിയ ശേഷം ഹാഫ് ബോയിൽഡ് ഓംലെറ്റ് ഉണ്ടാക്കി കഴിച്ചു കേട്ടോ. പിന്നെ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കറി വയ്ക്കാൻ ഞാനും അനിയത്തിയും കൂടി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇടയിൽ വന്ന് നോക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ അമ്മയും എല്ലാവരും കൂടെ നോക്കിയിട്ടുണ്ട് കറി വെച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് കറിയൊന്നും കോളമായിരുന്നു. മസാല അങ്ങനെ എന്തോ കൂടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇന്നലെ ആയിരുന്നു കേട്ടോ കാവശ്ശേരി പൂരം. അപ്പോൾ ഇന്നലെ എനിക്ക് ലീവ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് പൂരത്തിന് പോകാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ ഇന്ന് തൊഴാനായിട്ട് പോയതാണ് കേട്ടോ. സൺഡേ ആയതുകൊണ്ട് ഞാനും അനിയത്തി അമ്മയൊക്കെ കൂടെ തൊഴാൻ പോയതാണ്. അതിനുശേഷം നമ്മുടെ വീട്ടിൽ പശുവൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അനിയത്തി പശുവിനെ നോക്കാനായിട്ട് പോവുമായിരുന്നു. ഞങ്ങൾ അങ്ങനെ ഒരു ചലഞ്ച് വീഡിയോ ഒക്കെ ചെയ്തു കേട്ടോ. ലോങ് വീഡിയോ ആയിട്ടാണ് ചെയ്തത്. അപ്പോൾ എല്ലാവരും ആ വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പം ഞാനും അനിയത്തിയും കൂടെ ഒരു വൈകുന്നേരം 4 മണിയൊക്കെ ആയപ്പോൾ വണ്ടിയെടുത്ത് പുറത്തിറങ്ങി കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു സ്ഥലത്തേക്ക് തന്നെയാണ് പോണത്. നമ്മൾ ഈ കശുവണ്ടി ഉണ്ടല്ലോ, ആ കശുവണ്ടി വലിക്കാനായിട്ട് പോകണം കേട്ടോ. റോഡ് സൈഡ് കശുവണ്ടി ഉണ്ട്. അപ്പോൾ അത് വലിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് കിട്ടുമെന്ന് നോക്കാനായിട്ട് പോയതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ സ്ഥലം എത്തിയിട്ട് അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ്, അതായത് റോഡ് സൈഡ് പല ഭാഗങ്ങളിലായിട്ടും ഈ കശുവണ്ടിൻ്റെ മരം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോ ഭാഗത്തും നോക്കിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അതൊക്കെ നിങ്ങൾക്കായി കാണിച്ചു തരാം. അപ്പം നമ്മൾ വലിക്കുന്നില്ല കേട്ടോ. വലിക്കുന്ന പറഞ്ഞാൽ അത് പച്ചയാണ്, മരത്തിലുള്ളതെല്ലാം പച്ചയാണ്. അപ്പോൾ നമ്മൾ ഉണങ്ങിയതാണല്ലോ നമ്മൾക്ക് ആവശ്യം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ താഴെ വീണിട്ടുണ്ടാവും. അപ്പോൾ അത് പെറുക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അതാണ് നമ്മൾ നോക്കണത്. ഇതാണ് കേട്ടോ സാധനം. പക്ഷെ അത് പച്ചയാണ്. അപ്പോൾ അതുകൊണ്ട് വലിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അനിയത്തി അത് വലിച്ചു.
അത് ഞങ്ങൾക്ക് അറിയില്ല. പിന്നെ വീട്ടിൽ പോയപ്പോഴാണ് കേട്ടോ അമ്മ പറഞ്ഞത് ചെറുത്, അതായത് ഈ പച്ചയിലുള്ളത് പറ്റില്ല എന്നുള്ളത്. പിന്നെ അതിന് ശേഷം ഞങ്ങൾ കുറേ അവിടെ തപ്പി പെറുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം നമ്മൾക്ക് 2 എണ്ണം കിട്ടിയിട്ടുള്ളത് ഗായ്സ്. അപ്പം അത്രയൊന്നും ഇല്ല കേട്ടോ, ഇവിടെ ആകെ കുറച്ചേ ഉള്ളൂ, പഴുത്തിട്ടില്ല. പിന്നെ മരം മേലെയാണ് ഉള്ളത്. അപ്പോൾ ഇപ്പോൾ ആകെ നമ്മൾ പെറുക്കിയതിൽ ചപ്പിൻ്റെ അടിയിലൊക്കെ പെട്ട് കിടക്കുമെന്ന് തോന്നുന്നു. എത്ര കിട്ടി കാണിച്ചു കൊടുക്കും? 2 എണ്ണം ഗൈസ് കിട്ടിയിട്ടുള്ളൂ ഗൈസ്. അപ്പോൾ ഇവിടെ നിന്നുള്ളവരൊക്കെ പോകുന്നവരൊക്കെ ഞങ്ങളെ നോക്കിയിട്ട് പോവാണ് എന്താ ഇവർ ചെയ്യണത് എന്ന് പറഞ്ഞിട്ട്. ഇപ്പം നമ്മൾക്ക് ആകെ 3 എണ്ണം കിട്ടിയിരിക്കുന്നത്. 3 എണ്ണം കിട്ടിയില്ലേ? ഇത് ഗൈസ് ചിലവർക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാവും, ചിലവർക്ക് ഇത് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. നമ്മുടെ കാഷ്യൂ നട്ട് ഇങ്ങനെ ഇത് ഉണക്കിയിട്ടാണ് ഉണക്കി എന്ത് ചെയ്യണം, പൊട്ടിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കണ ഒരു ഇതാണ് കാഷ്യൂ നട്ട് കേട്ടോ. മനസ്സിലായിന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നമ്മളിത് എങ്ങനെയാണ് സെറ്റാക്കാൻ പോകുന്നത് നമുക്ക് കാണിച്ചു തരാം. ഓക്കെ, പക്ഷേ ഇപ്പോൾ ഇവിടെ കാണാനില്ല. അപ്പോൾ ഇതുപോലെ തന്നെ അപ്പുറത്ത് 2-3 മരങ്ങളുണ്ട്. അപ്പോൾ നമ്മൾക്ക് അവിടെയും കൂടെ ഒന്ന് പോയി നോക്കാം കിട്ടുമോ എന്നുള്ളത്. ഓക്കെ, നമ്മൾ അവിടെ നിന്ന് ഇവിടെ എത്തി. ഇതും അതേ ഒരു മരമാണ്, പക്ഷെ ഇതിൽ പഴമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഒന്നും കാണാനില്ല. അപ്പം നമ്മൾ ഈ 3 എണ്ണം കിട്ടിയതുകൊണ്ട് വീട്ടിൽ കൊണ്ട് വരുന്നതാണ് തോന്നുന്നതാ. നോക്കാം, നമുക്ക് നോക്കാം. പിന്നെ ഞങ്ങൾ ഇതിനു മുമ്പ് വെച്ചൊരു 5 എണ്ണം ഉണ്ട് ഗൈസ്. നമ്മളൊരു കാര്യം മറന്നുപോയിട്ട് കവർ എടുക്കാൻ മറന്നുപോയി. എന്താണ് ഇത് ഇടാൻ വേണ്ടിയിട്ട്. എന്താ ഒരു 3 എണ്ണം ഒന്നും ഒരു പഴവും കിട്ടിയിട്ടുണ്ട്. ഇതിന് കയ്യിൽ പിടിക്കണ്ടേ, കവർ എടുക്കാൻ മറന്നുപോയി. കാണും കൂടി ഇല്ല. ഇത്രയും കിട്ടിയുള്ളൂ ഗൈസ്. അതെടുക്കും. കാടടിച്ചു വരാൻ വന്നിരിക്കുന്നു. ആ പോവാ കാലും കൂടത്തില്ലേ ഗൈസ്, പക്ഷെ വണ്ടി എടുക്കണം. ആ നോക്കണം, വേലക്ക് നിർത്തറി, വേലക്ക് നിർത്ത്, വേല കൊണ്ട് നിർത്തിയിട്ട് വാ. ആ ഗൈസ്, നിങ്ങൾ എന്തെങ്കിലും കണ്ടു കിട്ടുകയാണെങ്കിൽ പറയണേ. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എന്തെങ്കിലും കാണുന്നെങ്കിൽ പറഞ്ഞു തന്നെ, എടുക്കാനാണേ. അടുത്ത ദിവസം വരും, നിങ്ങൾ പറഞ്ഞാൽ മതി. അടുത്ത ദിവസം അത് കണ്ടുപിടിക്കും. ഗൈസ്, നിങ്ങളോട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്കിതേ ഇവിടെ നിന്ന് കിട്ടി. ഗൈസ്, അപ്പം നമ്മുടെ പറമ്പിൽ വന്നിട്ടാണ് ഇത് ചെയ്യണത്. അപ്പോൾ ഇതേ ചട്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം കനലിലിടാന്നാണ് വിചാരിച്ചത്, പക്ഷെ ചിലപ്പോൾ അത് കഴിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ ചട്ടി വെച്ചിട്ട് അതിൽ വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ചട്ടി കഴുകിയിട്ട് കൊണ്ടുവന്നാണ്. അപ്പോൾ അതിൽ വെള്ളം വേണ്ടാത്ത ചട്ടിയാണ് എടുത്തിരിക്കുന്നത്, പൊട്ടി ഉപയോഗിക്കാൻ പറ്റും. പോയി നമ്മൾ യൂസ് ചെയ്യാത്തൊരു ചട്ടിയാണ് ഇപ്പോൾ എടുത്തത്. അപ്പോൾ ഇത് വെള്ളമൊക്കെ ഒന്ന് ഇതായി കഴിഞ്ഞാൽ നമുക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കാം. ശരിയുണ്ട്. എത്ര ചേരണ്ടി കിട്ടിയിട്ടുണ്ട്? എത്ര എണ്ണം കിട്ടി? 35 എണ്ണം. 35 എണ്ണം കിട്ടിയിട്ടോ. 5 എണ്ണം ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ? 5 എണ്ണം ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ബാക്കി നമ്മൾ പെറുക്കിയെടുത്തതാണ്. അപ്പോൾ നമ്മൾ കുറേ കാലത്തിന് ശേഷമാണല്ലോ ഇത് ചെയ്യാൻ പോണത്. നമ്മളതിന് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ചെയ്തിട്ടുള്ളത്
കനലൊക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ടായിരുന്നു നമ്മൾ ഇതുവരെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ ഏട്ടനാണ് പറഞ്ഞത് കേട്ടോ, അത് അങ്ങനെ വേണ്ട, അതിൽ വെള്ളമുണ്ട്. അപ്പോൾ ഏട്ടനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾക്ക് ഓക്കെ ഇങ്ങനെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. കരിണ്ടി എടുക്കാത്തത് ഇതിൻ്റെ കറയൊക്കെ കരിണ്ടിയിലാകും. വെള്ളമൊക്കെ കംപ്ലീറ്റ് പോയിട്ടുണ്ട് ഗൈസ്. നമുക്കിത് കൊടുക്കട്ടെ. ഇതൊക്കെ അപകടം പിടിച്ച പണിയാണ്. വേണ്ട, തീ കത്തിക്കഴിഞ്ഞിട്ട് നോക്കട്ടെ പറ്റുമോന്ന് എനിക്കറിയില്ല. ഗൈസ് നമ്മൾക്ക് ചെറുപ്പത്ത് ഇത് കുറേ കിട്ടുമായിരുന്നു അല്ലേ? ഞങ്ങൾക്ക് ചെറുപ്പത്ത് ഞങ്ങൾ ചെറുതായിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ പാടത്തേക്ക് പോകണം, അവിടെ ഉണ്ടായിരുന്നു അല്ലേ? ഉണ്ടായിരുന്നു കേട്ടാ. അപ്പം നിറയെ ചേരുമ്പഴവും അതുപോലെ തന്നെ ചേരണ്ടിയും കിട്ടിയിട്ടുള്ള സമയം ഉണ്ടായിട്ടുണ്ട്. അപ്പം നമ്മൾ ഉപ്പൊക്കെ ഇട്ടിട്ട് ചേരണ്ടിയും കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് കഴിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇപ്പോൾ അവിടെ ഇപ്പം കിട്ടാറില്ല, കാരണം ഇപ്പോൾ ആ മരമൊക്കെ വെട്ടിക്കളഞ്ഞു. ഇപ്പോൾ കൂടുതൽ എവിടെയും കാണാറില്ല കേട്ടോ. കുറേ വർഷമായി ചേരുമ്പോഴൊക്കെ കഴിച്ചു അതിൻ്റെ ടേസ്റ്റൊക്കെ അറിഞ്ഞിട്ട് കുറേ വർഷമായി. ഞങ്ങളെ തല്ലാൻ വേണ്ടി വടിയെടുത്തിട്ട് വരികയാണ് എൻ്റെ അമ്മ. അല്ല പുക വരുന്നുണ്ട് കേട്ടാ. എന്താ പുകയൊക്കെ വരുന്നത്? കത്തണം അത്. കത്തുണ്ടല്ലോ. ചട്ടി കത്തുവേ? ചട്ടിൻ്റെ ഉള്ളിലിടും ഒത്തിരി തീയ ഒന്നിടും. അപ്പുറത്ത് കൂടെ ഇടടി. ഇതിൻ്റെ ഉള്ളിലേക്ക് കാട്ടറേ ഒന്നടുപ്പിച്ചു. അതാ തീ കത്തിച്ചു. ഇതോ ചേരണ്ടി കത്തുന്നു ഗൈസ്. ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മൾ സാധാരണ തീയിലൊക്കെ ഇടുമ്പോൾ കത്താറില്ല. തീ കത്തി. അയ്യോ പോയി. എന്ത് കോട്ട കഴിഞ്ഞു അമ്മരെ കോട്ട കഴിഞ്ഞു. പശ കഴിഞ്ഞു, അതുകൊണ്ട് കത്തല് കഴിഞ്ഞു. ഇതിലൊരു പശയുണ്ട് അല്ലേ? അത് വിഷു ആണെന്നാണ് അമ്മ പറയുന്നത്. പിന്നെ അത് ആ പശ നമ്മുടെ മൂത്തൊന്നും തെറിക്കാൻ പറ്റില്ല. തെറിച്ചാൽ ചുണങ്ങാവും അല്ലേ? ചുണങ്ങായി മുറിയും ഇങ്ങനെ കറുത്ത പാട് പോലെ അങ്ങനെ ആവും എന്നാണ് പറയുന്നത്. ഇപ്പം സൂക്ഷിച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. കുട്ടികളാരും ഇത് അനുകരിക്കരുതേ എന്ന് ഞാൻ അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. വലിയവർ മാത്രം ചെയ്താൽ മതി. എന്ത് വറുക്കൽ? കൊട്ട ചേരണ്ടിക്കൊട്ട. തെറിക്കണ്ടവാ? തെറിക്കുവോമാ? ഏട്ടൻ വന്നാ? ഏട്ടനാണ്. അച്ഛൻ വന്നു? ആ അതാണ്. അമ്മ തെറിച്ചു കൈസ്. പൊട്ടുന്ന സൗണ്ട്. അമ്മ വേണ്ട വാ. അയ്യോ എനിക്ക് പേടിയാവുന്നേ. അതാ ചട്ടി കത്തിപ്പോയി. എടി സൂണ്ട് ഗായ്സ്. ഞാൻ നിർത്തി, പണി നിർത്തി ഗായ്സ്. അയ്യേ നമ്മൾ വെറുതെ പേടിച്ചൊന്നും ആയില്ല. ചട്ടി ഇതേ ഇരുന്ന് കത്തുണ്ട്. ഓക്കെ ചട്ടി കത്തട്ടെ. പക്ഷെ ഇത് ചിലപ്പോൾ ഉള്ളു വന്നിട്ടുണ്ടാവില്ല അല്ലേ അമ്മ? ചിലപ്പോൾ വേകില്ല. അമ്മ തെറിക്കുവോ? തെറിക്കില്ല ഗായ്സ്. പക്ഷെ ഇതിൻ്റെ ഉള്ളിലായിട്ടുണ്ടോയെന്ന് അറിയില്ല. ചിലപ്പോൾ അമ്മ കത്തട്ടെ. അത് അതിൻ്റെ ഉള്ളിൽ പശ പോണ്ടേ? അതിന്റെ ഇതിൽ പിടിച്ചു തോന്നുന്നു. ചിലപ്പോൾ അതിൻ്റെ ഉള്ളില് നമ്മൾ ആക്കുന്ന സമയത്ത് ഉണ്ടാവില്ല. വേണ്ട സോ ശരി മതി, കത്തി കഴിയട്ടെ. നമുക്ക് ഇത്രയേ ഉള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ ഇത് കുത്തുമ്പോൾ
കുത്തിയിട്ട് നമ്മൾ അത് എടുക്കുന്ന സമയത്ത് പശ വരുമോ? ചൂടാറിയിട്ടെടുക്കാൻ പറ്റും. പശ കഴിഞ്ഞു, പശയാണ് കത്തിപ്പ് കഴിഞ്ഞു. ഇനി തീയിടണം വെറുതെ കുറച്ചു നേരം. ശരി, ഇങ്ങനെ കാണുമ്പോ കരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിന്റെ ഉള്ളില് എന്തായിരിക്കും അവസ്ഥ എന്ന് എനിക്കറിയില്ല. കണ്ട ഇതിന്റെ ഒന്നിന്റെ കയ്യില് പശയുള്ളു. നോക്കട്ടെ, അതല്ലേ ഒരു സൂത. കുഴപ്പമില്ല, ഒന്നല്ലേ ഇനി ഫുള്ള് കരിയല്ല. അച്ഛനാണ് പറഞ്ഞത്. നീ കേട്ടുകൂടാ? ഓ, എന്നിട്ട് ആരെ തുറന്നു കൊടുത്താലും എന്താ തുറക്കുന്നത്? എന്റെ വായിക്കാത്ത കയറിയിരുന്ന് വിടുവിച്ചാലേ ശരിയാവും. ചട്ടി വറുക്കാൻ മാത്രം എടുക്കാൻ പറ്റും. അതിനെങ്ങോട്ട് ചേരണ്ട്. ഇത് മിനിറ്റ് കൊണ്ട് നമ്മുടെ പരിപാടി കഴിഞ്ഞൂലേ. നമ്മൾ ഇത് വറുക്കണേക്കാളും സമയം എടുത്ത് ചട്ടി കഴുകാനും കല്ല് കൊണ്ട് വെക്കാനും വേണം. ഓക്കെ, നമ്മൾക്ക് ബാക്കി ഇതൊന്ന് തണുത്ത ശേഷം വരാം. ഇത് ആയിട്ടില്ല. കുഴപ്പമില്ല. ഓക്കെ, ഒക്കെ അവള് പറയണ പോലെ. ഉമേഷേട്ടൻ വന്നിട്ടുണ്ട് അഭിപ്രായം പറയാനായിട്ട്. ഹലോ സുതു, ഇങ്ങോട്ട് നോക്കൂ. സുഖമില്ലേ? ഇവിടെ ഇരുന്നിട്ട് നമ്മൾക്ക് വേഗം ശരിയാക്കി എടുക്കട്ടെ. 35 ഉണ്ടായിരുന്നു. അതിൽ 35 ഉണ്ടോന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നതാണ്. 2, 4, 6, 8, 10, 12, 14, 16, 18, 20, 22, 24, 26, 28, 30, 34. അമ്മന്റെ കയ്യിൽ ഒന്നുണ്ട്. അപ്പൊ 35. അത് കരിഞ്ഞു പോയിട്ട് അത് അടുപ്പിൽ നമ്മൾ ചട്ടി മാറ്റിയിട്ട് അത് അടുപ്പിൽ പെട്ടുപോയി. അപ്പൊ കരിഞ്ഞു. എന്നാലും നമുക്കത് കുത്തി നോക്കാം. നമ്മൾ ചെയ്ത കാഷ്യൂ ഇത് കുറച്ച് ഞങ്ങൾ കഴിച്ചു വിട്ടാൽ ബാക്കി പൊടിഞ്ഞു പോയി. കാരണം നമുക്ക് കറക്റ്റായി ആക്കാൻ അറിയില്ല. അപ്പം നിങ്ങൾക്ക് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഞാൻ അതിൽ പൊടി കിട്ടും. ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചത്. ഇതുപോലെ നമുക്ക് അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ ഇത്രയേ കേട്ടാ. നമ്മൾ എന്തേ ചെയ്തത്, നമ്മൾ പോയി ഇത് വലിച്ചിട്ട് വന്ന് അങ്ങനെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓക്കെ ഗൈസ്. അപ്പോൾ ബൈ.